ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് നമുക്ക് ജ്യോതിഷവും ഹസ്തരേഖാശാസ്ത്രവും സിദ്ധന്മാരും എന്ന വിഷയത്തെപ്പറ്റി ചിന്തിക്കാം. ജ്യോതിഷ പഠനം തുടങ്ങുന്നതിന് മുൻപ് ഹസ്തരേഖാശാസ്ത്രം പഠിക്കാൻ തുടങ്ങിയിരുന്നു. ഹിന്ദിയിൽ എഴുതിയ ഒരു ഹസ്തരേഖാശാസ്ത്രത്തിൻ്റെ പുസ്തകം കിട്ടി. അത് വായിച്ച് അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളെപ്പറ്റി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് കൈനോക്കി ലക്ഷണം പറയുന്ന ഒരാൾ എനിക്ക് ഒരു ഉപദേശം തന്നു. ഹസ്തരേഖാശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർ അല്പം ജ്യോതിഷം കൂടി പഠിക്കണം എന്നായിരുന്നു ഉപദേശം. അല്പം ജ്യോതിഷം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ അല്പം ജ്യോതിഷം ഇതാണ്: അശ്വതി തുടങ്ങിയ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ആദ്യമുണ്ടാവുക ഏത് ഗ്രഹത്തിൻ്റെ ദശാകാലമായിരിക്കുമെന്നും തുടർന്ന് ക്രമത്തിൽ ഏതേത് ഗ്രഹങ്ങളുടെ ദശാകാലമായിരിക്കും എന്നും ഓരോ ഗ്രഹത്തിനും നിർദ്ദേശിക്കപ്പെട്ട ദശാകാലം എത്ര വർഷം വീതം ആയിരിക്കും എന്നും അറിഞ്ഞിരിക്കുക. കൂട്ടത്തിൽ കണ്ടകശനി, ഏഴശനി മുതലായതും കൂടി കണ്ടെത്താനുള്ള കഴിവുണ്ടായിരിക്കുക. സാധാരണയായി ഇത്രയും അറിവുണ്ടെങ്കിൽ ഒരാളുടെ നക്ഷത്രവും പ്രായവും കിട്ടിയാൽ അയാൾ ഏത് ദശാകാലമാണ് അനുഭവിക്കുന്നത് എന്ന് കണക്കുകൂട്ടി കണ്ടെത്താം. അതുപോലെ കണ്ടകശനി മുതലായ ദോഷങ്ങളാണോ എന്നും കണ്ടെത്താം. ഹസ്തരേഖയുടെ കൂട്ടത്തിൽ ഇതും കൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞാണ് മിക്കവാറും കൈനോട്ടക്കാർ ജീവിച്ചു പോകുന്നത്. കൈനോട്ടക്കാർ മാത്രമല്ല, പ്രശ്നം വയ്ക്കുന്ന നാടൻ ജ്യോത്സ്യന്മാരും ചില സിദ്ധന്മാരും ഈ വിദ്യ പ്രയോഗിക്കുന്നതായി കാണുന്നുണ്ട്. ഇതാണ് കാൽ വിദ്യയും മുക്കാൽ തട്ടിപ്പും എന്ന് പറയുന്നത്. ആരെങ്കിലും നിങ്ങളോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നക്ഷത്രം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അയാൾ പ്രയോഗിക്കുന്നത് ഈ വിദ്യ ആണ് എന്ന് മനസ്സിലാക്കാം. ഈ കാലത്ത് ജ്യോത്സ്യനാവാൻ ഗണിതമൊന്നും പഠിക്കേണ്ടതില്ല. ആരുടെയും ഗ്രഹനില മൊബൈൽ ഫോണിൽ സെർച്ച് ചെയ്ത് കിട്ടും. അതിനുള്ള സംവിധാനമുണ്ട്. അതനുസരിച്ച് ഫലം പറയാൻ മാത്രം പഠിച്ചാൽ മതി. ഇതിപ്പോൾ അനേകം പേരുടെ ജീവിതമാർഗവുമാണ്. അതങ്ങനെ നടക്കുന്നതിൽ നമുക്ക് പരാതിയില്ല. പക്ഷേ ഇത് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നത് ശരിയല്ല. എങ്ങനെയാണ് ചൂഷണം നടക്കുന്നതെന്നും അതെങ്ങനെ തിരിച്ചറിയാമെന്നും നമുക്ക് അന്വേഷിക്കാം. സാധാരണഗതിയിൽ എന്തെങ്കിലും കഷ്ടപ്പാടുകളോ കഷ്ടനഷ്ടങ്ങളോ ഉണ്ടാകുന്ന സമയത്താണ് ആളുകൾ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നത്. ഒരു പ്രശ്നവുമില്ലാതെ സുഖമായി ജീവിക്കുന്നവർ സാധാരണ ജ്യോത്സ്യനെ കാണാൻ പോകാറില്ല. അതായത് ജ്യോത്സ്യരെ കാണാൻ പോകുന്നവർ മിക്കവാറും തങ്ങൾക്ക് ഇപ്പോൾ കഷ്ടകാലമാണ് എന്ന് സ്വയം ധരിച്ചിരിക്കുന്നവരും അതിൻ്റെ കാരണവും പരിഹാരവും ജ്യോത്സ്യൻ കണ്ടെത്തുമെന്ന് വിശ്വസിക്കുന്നവരുമാണ്. ഈ വിവരം ജ്യോത്സ്യന്മാർക്കും അറിയാം. ബുദ്ധിമാന്മാരായ ജ്യോത്സ്യന്മാർ സ്വന്തം കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസം, മാനസികാവസ്ഥ, സാമ്പത്തിക സ്ഥിതി ഇതൊക്കെ മനസ്സിലാക്കി അവർക്ക് വിശ്വാസവും തൃപ്തിയും തോന്നുന്ന ഫലങ്ങൾ പറഞ്ഞ് നാട്ടുനടപ്പനുസരിച്ചും അവരാൽ പറ്റുന്ന വിധത്തിലുള്ള പരിഹാരകർമ്മങ്ങൾ വിധിക്കുകയും ചെയ്യും. പരിഹാരക്രിയകൾ ചരട് ജപിച്ച് കെട്ടൽ മുതൽ ഹോമാദി കർമ്മങ്ങൾ വരെ പലതും ഉണ്ടാകും. ഒരിക്കൽ ഏതോ പ്രസിദ്ധനായ ഒരു ജ്യോത്സ്യൻ പരിഹാരകർമ്മങ്ങൾ എഴുതിക്കൊടുത്ത ഒരു ഓലക്കെട്ടുമായി നായർ സമുദായത്തിൽപ്പെട്ട 2 സ്ത്രീകൾ, അമ്മയും മകളും, ശ്രീനാരായണ ഗുരുദേവനെ കാണാൻ വന്നു. അവരുടെ കുടുംബത്തിൽ അനേക നാളായി പലവിധ കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പല ജ്യോത്സ്യന്മാരും നിർദ്ദേശിച്ചതനുസരിച്ച് ഉള്ള മന്ത്രതന്ത്രങ്ങളും പൂജാദികളും എല്ലാം നടത്തി. അങ്ങനെ വളരെ ധനം നഷ്ടമായി. പക്ഷേ
ദുരിതങ്ങൾക്ക് ഒരറുതിയും വന്നില്ല. അവസാനം പ്രസിദ്ധനായ ഒരു ജ്യോത്സ്യനെ കണ്ട് പ്രശ്നം വെപ്പിച്ച് ചാർത്ത് കുറിച്ചു. ഒരു ഓലച്ചാർത്താണ്. അതിൽ ഇപ്രകാരമുള്ള കർമ്മങ്ങൾ നടത്താൻ അവരുടെ കയ്യിൽ പണമില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ആരോ പറഞ്ഞു, അരുവിപ്പുറത്ത് ചെന്ന് നാണുഗുരുവിനെ കണ്ട് സങ്കടമറിയിച്ചാൽ അദ്ദേഹം എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കും എന്ന്. അതനുസരിച്ച് ഗുരുവിനെ കാണാൻ വന്നതാണ് ഈ മാതാവും പുത്രിയും. അവർ പരിഹാരക്രിയകൾ എഴുതിയ ഓലക്കെട്ടുകൾ ഗുരുദേവൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. ഗുരുദേവൻ ഈ ഓലക്കെട്ട് അദ്ദേഹത്തിൻ്റെ സമീപത്തിരുന്ന തന്ത്രിമാരെ ഏൽപ്പിച്ച് ഇതിൽ പറയുന്ന കർമ്മങ്ങൾ നടത്താൻ എന്ത് തുക ചെലവാകുമെന്ന് ചോദിച്ചു. അവർ ചാർത്ത് വായിച്ചിട്ട് ഇതിൽ പറയുന്ന കർമ്മങ്ങൾ ചെയ്യാൻ ഒരു വൻതുക ചെലവാകുമെന്ന് പറഞ്ഞു. ഗുരുദേവൻ അവരോട്, ഇവരുടെ കയ്യിൽ അത്രയും പണമില്ല, അല്പം കുറച്ചുകൂടെ എന്ന് ചോദിച്ചു. ഇതിൽ പറയുന്ന കർമ്മങ്ങൾ ചെയ്യാൻ അത്രയും തുക വേണ്ടി വരുമെന്നായി തന്ത്രിമാർ. അപ്പോൾ ഗുരുദേവൻ ആ സ്ത്രീകളോട്, നാം ഒരു ഹോമം നടത്താം, നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. അവർ സസന്തോഷം സമ്മതമാണെന്ന് പറഞ്ഞു. ഗുരുദേവൻ അടുത്തു നിന്ന് ശിഷ്യനോട് ഒരു വിളക്ക് കത്തിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. വിളക്ക് കൊണ്ടുവന്നപ്പോൾ ഗുരുദേവൻ ജ്യോത്സ്യൻ പരിഹാരക്രിയ എഴുതിയ ആ ഓലകൾ ആ വിളക്കിന് മുകളിൽ പിടിച്ചു. ഓല മുഴുവൻ കത്തി ചാമ്പലായപ്പോൾ ആ സ്ത്രീകളോട് പറഞ്ഞു, ഇതോടെ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ദോഷങ്ങളും നീങ്ങിയിരിക്കുന്നു. ഇനി ഒരാപത്തും വരികയില്ല, പൊയ്ക്കൊള്ളൂ. അവർ സ്വാമിയെ തൊഴുത് സന്തോഷത്തോടു കൂടി തിരിച്ചുപോയി. ജീവിതത്തിൽ സുഖദുഃഖങ്ങളും ജയപരാജയങ്ങളും മാറി മാറി അനുഭവപ്പെടും. ഇതെല്ലാവർക്കും ബാധകമാണ്. എല്ലാവരും അവരവരുടേതായ ആയുസ് തീരുന്നത് വരെ, അതായത് മരിക്കുന്നത് വരെ ജീവിച്ചേ പറ്റുകയുള്ളൂ. എനിക്ക് കഷ്ടകാലമാണ് എന്ന് വിലപിക്കുന്നവന് കഷ്ടകാലം തീർന്നിട്ട് സമയം ഉണ്ടാവുകയില്ല. ഓരോ പ്രശ്നത്തെയും സധൈര്യം നേരിട്ട് പരിഹരിച്ച് മുൻപോട്ട് പോകുന്നവർക്ക് കഷ്ടകാലത്തെപ്പറ്റി ഉള്ള ചിന്തയും ഉണ്ടാവുകയില്ല. നാം അനുഭവിക്കുന്നത് കർമ്മഫലമാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ നാം തന്നെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് നാം തന്നെ പരിഹരിക്കണം. അഥവാ നമുക്ക് സുഖദുഃഖങ്ങൾ ദൈവം തരുന്നതാണ് എന്നാണ് വിശ്വാസമെങ്കിൽ ദൈവത്തോട് തന്നെ രക്ഷിക്കാൻ അപേക്ഷിച്ചാൽ മതി. അതിന് ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. നമ്മുടെ ദശാദോഷ പരിഹാരാർത്ഥം കർമ്മം ചെയ്യുന്നവരും രോഗങ്ങൾ മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരും നമ്മെപ്പോലെ തന്നെ സുഖദുഃഖങ്ങളും രോഗപീഠകളും അനുഭവിക്കുന്നവരും മരണഭയം ഉള്ളവരും ആണ് എന്നോർക്കുക. ദുർബല മനസ്സുള്ളവരാണ് മറ്റുള്ളവരെ ജ്യോത്സ്യന്മാരും മറ്റേ കർമ്മികളെയും സിദ്ധന്മാരെയും തേടി നടക്കുന്നത്. ഈ ഗീതാവാക്യം, ഭഗവത്ഗീതയിലെ ഈ ശ്ലോകം മറക്കാതിരിക്കുക. ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുരാത്മൈവ രിപുരാത്മന. നാം നമ്മെ സ്വയം ഉയർത്തുക, സ്വയം താഴ്ത്താതിരിക്കുക. നമുക്ക് നാം തന്നെയാണ് ബന്ധുക്കളും ശത്രുക്കളും നാം തന്നെയാണ്. അഥവാ ബന്ധുവിനെ ഉണ്ടാക്കുന്നതും ശത്രുവിനെ ഉണ്ടാക്കുന്നതും നാം തന്നെയാണ്. നമസ്കാരം.